ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലെ ബവേറിയൻ സ്റ്റേറ്റിലുള്ള ഔഗ്സ്ബുർഗ് എന്ന സിറ്റിയിലാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളതും ഒപ്പം തന്നെ കത്തോലിക്ക വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതുമായ ഒരു സിറ്റിയാണ് ഈ ഔഗ്സ്ബുർഗ്. ഇവിടെ ഒരുപാട് ചരിത്രപരമായ പള്ളികളുണ്ടെങ്കിലും ഇവയെല്ലാം മാറ്റി നിർത്തുന്ന ഒരു പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളി. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കഥകളും ഒപ്പം തന്നെ മാതാവിനുള്ള ഭക്തിയും ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പത്രോസിന്റെ നാമത്തിലുള്ള ഔഗ്സ്ബുർഗിലെ ഈ പള്ളിയിൽ നിന്നാണ്. കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചരിത്രത്തിന് കാരണം ജർമ്മൻ ദമ്പതികളായ വോൾഫ്ഗാങ്ങും അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ നിന്നാണ്. വളരെ സന്തുഷ്ടപരമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കെ അവരുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി പ്രശ്നങ്ങൾ ഉണ്ടെടുത്തു. അത് വിവാഹബന്ധം തകർച്ചയിൽ എത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഈ വിവാഹബന്ധം അവരുടെ കുടുംബബന്ധം തകർന്നു പോവാതിരിക്കുന്നതിന് വേണ്ടി വോൾഫ്ഗാങ് ഈശ്വരസഭ വൈദിക സമൂഹത്തിലെത്തുകയും അവിടുത്തെ ഒരു വൈദികനോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. 70 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് വോൾഫ്ഗാങ് ഈ വൈദികന്റെ അടുത്ത് എത്തുന്നത്. വോൾഫ്ഗാങ് തന്റെ കയ്യിലുള്ള വിവാഹ റിബണ് ഈ വൈദികന് കൊടുക്കുകയും അവർ രണ്ടുപേരും പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഈ സഭാ വൈദികൻ ഈ റിബണ് മാതാവിന് സമർപ്പിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാം കാണുന്നത് മാതാവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത്. ആ റിബണിലുള്ള ഓരോ കുരുക്കുകളും അഴിഞ്ഞു വരുന്നതായും ഒപ്പം അവരുടെ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ കുടുംബജീവിതം തിരിച്ച് അവർക്ക് കിട്ടുകയാണ് നാം കാണുന്നത്. കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും അതെന്തുമാവട്ടെ, നമ്മൾ ശരിയാവത്തില്ല എന്ന് കരുതുന്ന ഓരോ തടസ്സങ്ങളെ നമുക്ക് ഈ മാതാവിന്റെ മുമ്പിൽ അങ്ങ് വിട്ടുകൊടുക്കുക. ഈ മാതാവ് ആ കുരുക്കുകൾ ഓരോന്നായിട്ട് അഴിച്ചു തരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പിന്റെ ഓരോ നാനാ ഭാഗങ്ങളിൽ നിന്നുമാണ് ഈ പള്ളിയിൽ ഓരോ ദിവസവും ആളുകൾ വന്നെത്തുന്നത്. അവരുടെ എല്ലാം വിശ്വാസത്തെ നാം ഒന്ന് കാണേണ്ടതാണ്. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും അവർ ആ മാതാവിന് വിട്ടുകൊടുക്കുന്നു. വളരെ ഭക്തിപരമായ ഒരു ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.